أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുണങ്ങളും സ്ഥാനമഹാത്മ്യങ്ങളെക്കുറിച്ചും ഉള്ള പരാമർശമാണ് തുടരുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനും ശ്രേഷ്ഠനുമാണെന്ന വിഷയത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹസ്രത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരാൾ മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് താരതമ്യം ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള താരതമ്യം ഞങ്ങൾ നടത്തുമായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് ഞങ്ങൾ അപ്പോൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ്, തുടർന്ന് ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ അതുപോലെ ശ്രേഷ്ഠരാണെന്ന് കരുതിയിരുന്നു. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് ഉമർ ഹസ്രത്ത് അബൂബക്കറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവനെ എന്ന് അഭിസംബോധന ചെയ്യുകയുണ്ടായി. അതായത് ഹസ്രത്ത് ഉമർ ഹസ്രത്ത് അബൂബക്കറിനെ പുകഴ്ത്തി. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം ഇതാണെങ്കിൽ ഉമറിനേക്കാൾ ഉത്തമനായ വ്യക്തിക്ക് മേൽ സൂര്യോദയം ഉണ്ടായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അതായത് ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ ഭവ്യത വെളിപ്പെടുത്തി. താങ്കൾ എങ്ങനെ ആണോ എന്നെ ഉത്തമനെന്ന് പറയുന്നത്, അതുപോലെ തന്നെ താങ്കൾ ഉത്തമനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാനും കേട്ടിട്ടുണ്ട്. അബ്ദുള്ള ബിൻ ഷഫീഖ് പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ സഹാബി ആരാണെന്ന് ഞാൻ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഹസ്രത്ത് അബൂബക്കർ. ഞാൻ ചോദിച്ചു, തുടർന്നോ? അവർ പറഞ്ഞു ഹസ്രത്ത് ഉമർ. പിന്നെയോ? ഹസ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാ. പിന്നെയോ? അപ്പോൾ അവർ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയുണ്ടായി. മുഹമ്മദ് ബിൻ സീരീൻ പറയുന്നു, ഹസ്രത്ത് അബൂബക്കറിനെ കുറിച്ചും ഹസ്രത്ത് ഉമറിനെ കുറിച്ചും മോശം പറയുകയും എന്നാൽ അതോടൊപ്പം തനിക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ എന്നിവരെ കുറിച്ച് ദോഷം പറയുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നത് എങ്ങനെ? ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. ഹസ്രത്ത് ആയിസ് ബിൻ അംർ നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് സൽമാൻ, ഹസ്രത്ത് സുഹൈബ്, ഹസ്രത്ത് ബിലാൽ ഇവരെല്ലാവരും കുറച്ച് ജനങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അബൂ സുഫിയാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, കൂടിയിരിക്കുന്നവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ വാളുകൾ അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ കഴുത്തുകളോടുള്ള കണക്ക് ഇതുവരെ തീർത്തിയിട്ടില്ല, അതായത് വേണ്ട വിധത്തിൽ പകരം ചോദിച്ചിട്ടില്ല. അപ്പോൾ നിവേദകൻ പറയുന്നു, ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, ഖുറൈശികളുടെ വലിയ പ്രമാണിയെക്കുറിച്ചും ഇങ്ങനെയാണോ പറയുന്നത്? അബൂ സുഫിയാൻ ഖുറൈശികളുടെ പ്രമാണികളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് പകരം ചോദിച്ചില്ല എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം? അതിനുശേഷം ഹസ്രത്ത് അബൂബക്കർ സ്വയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഈ കാര്യം തിരുമേനിയോട് പറഞ്ഞു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂബക്കർ, നിങ്ങൾ അവരെ, അതായത്
സുഹൈബ്, സൽമാൻ, ബിലാൽ എന്നിവരെ നീരസപ്പെടുത്തിയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അവരെ നീരസപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയും നീരസപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഹദരത്ത് അബൂബക്കർ ആ 3 പേരെയും ചെന്ന് കാണുകയും മാപ്പ് ചോദിക്കുന്ന രീതിയിൽ ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു: അല്ലയോ സഹോദരങ്ങളെ, പ്രിയരെ, ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു: ഇല്ല, അപ്രകാരമൊന്നുമില്ല. അല്ലയോ ഞങ്ങളുടെ സഹോദര, അള്ളാഹു താങ്കൾക്ക് മാപ്പ് നൽകുമാറാട്ടെ. എന്തായാലും ഹദരത്ത് അബൂബക്കറിന്റെ വിനയം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഹദരത്ത് അബൂബക്കർ സ്വയം അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച അടിമകളുടെ അടുക്കൽ വന്ന്, ആ വ്യക്തികളുടെ അടുക്കൽ വന്ന് ഹദരത്ത് അബൂബക്കർ സ്വയം മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും നിലവാരവും ഇവിടെ കാണാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: താങ്കൾ അവരെ നീരസത്തിലാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ പോയി മാപ്പ് പറയൂ എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഉടൻ തന്നെ അവരെ സമീപിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹദീസ് വ്യാഖ്യാനത്തിൽ പ്രകാരം വരുന്നുണ്ട്: ഇത് ഹുദൈബിയ സന്ധിയുടെ അവസരത്തിൽ കാഫിര്യങ്ങളുമായി ഉണ്ടാക്കിയ യുദ്ധ നിരോധന കരാറിന് ശേഷമുള്ളതാണ്. അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിരുന്നില്ല. ആ സമയത്ത് മുസ്ലിങ്ങൾ കരുതിയത് എന്തുകൊണ്ട് ഇയാളെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് വധിക്കാൻ സാധിച്ചില്ല എന്നായിരുന്നു. ഖുറാൻ ഹിഫ്ള് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്രകാരം ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പറയുന്നു: അബൂ ഉബൈദയിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹാജിറുകളായ സഹാബാക്കളിൽ താഴെ പറയുന്നവയുടെ ഹിഫ്ളിനെ കുറിച്ച് തെളിയുന്നുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സഅദ് ഇബ്ന് മസ്ഊദ്, ഹുദൈഫ, സാലിം, അബൂ ഹുറൈറ, അബ്ദുല്ല ബിൻ സായിബ്, അബ്ദുല്ല ബിൻ ഉംർ, അബ്ദുല്ല ബിൻ അബ്ബാസ്, അതുപോലെ സ്ത്രീകളിൽപ്പെട്ട് ഹസരത്ത് ആയിഷ, ഹഫ്സ, ഉമ്മെ സലമ. ഇവരിൽ അധിക പേരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. ചിലർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് ഹിഫ്ള് ചെയ്തത്. അദ്ദേഹം സാനി സ്നെയിൻ ആണ് എന്നതിനെ കുറിച്ച് ഹദരത്ത് അബൂബക്കറിന് തന്നെ ഒരു നിവേദനം ഇപ്രകാരമുണ്ട്. ഹദരത്ത് അനസ് ഹദരത്ത് അബൂബക്കറിൽ നിന്നും നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, അബൂബക്കർ പറയുമായിരുന്നു: ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആ സമയത്ത് ഞാൻ ഗുഹയിലായിരുന്നു. അവരിൽ ആരെങ്കിലും, അതായത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്ന കാഫര്യങ്ങളിൽ ആരെങ്കിലും കാലുകളുടെ ഭാഗത്തേക്ക് കുനിഞ്ഞു നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അവർ കാണുമായിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലയോ അബൂബക്കർ, മൂന്നാമതൊരുവൻ അല്ലാഹു ആയ 2 പേരെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കൾ എന്താണ് കരുതുന്നത്? ഇത് ബുഖാരിയുള്ള നിവേദനമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു: ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേന്മയും അതുപോലെ സവിശേഷ ശ്രേഷ്ഠതകളും പറയുമ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി ഇതും കൂടിയുണ്ട്. ഹിജ്റത്ത് വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹയാത്രികനായി നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹത്തിനെ ആയിരുന്നു. സൃഷ്ടികുലോത്തമൻ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങളിൽ അദ്ദേഹം തിരുനബിയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രയാസങ്ങളുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശിഷ്ട സുഹൃത്തായി മാറിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ പ്രേമിയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക ബന്ധം അവിടെ വ്യക്തമാകേണ്ടിയിരുന്നു. മാത്രമല്ല അതിലുണ്ടായിരുന്ന മറ്റൊരു യുക്തി, സിദ്ദീഖ് അക്ബർ സഹാബാക്കളിൽ ഏറ്റവും അധികം ധീരനും തഖ്വയുള്ളവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ പ്രിയങ്കരനും അതുപോലെ ധീര യോദ്ധാവും ആയിരുന്നു എന്ന് അള്ളാഹുവിന് നല്ലപോലെ അറിയുമായിരുന്നു. അതായത് അദ്ദേഹം സർവ്വലോക നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ മുഴുകിയവനായിരുന്നു. ഹദരത്ത് അബൂബക്കർ തുടക്കം മുതൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രധാന കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ആകയാൽ അള്ളാഹു പ്രയാസ ഘട്ടങ്ങളിലും ദുർഘടസന്ധിയിലും അദ്ദേഹം മുഖേന തന്റെ പ്രവാചകന് സാന്ത്വനം നൽകി. അസുദ്ദീഖ് എന്ന പേരിലും പ്രവാചകന്റെ സാമീപ്യത്താലും അദ്ദേഹത്തെ പ്രത്യേക സ്ഥാനം നൽകി. അള്ളാഹു അദ്ദേഹത്തെ സാനി ഹുസ്നൈൻ എന്ന ആദരണീയ ഉടയാടയാൽ അനുഗ്രഹീതനാക്കി. മാത്രമല്ല തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാസന്മാരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു.
അമുസ്ലിങ്ങളായ എഴുത്തുകാരും ഹജരത് അബൂബക്കറിനെ ഏറെ പ്രശംസിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ അൾജീരിയക്കാരനായ ചരിത്രകാരൻ ആന്ദ്രെ സർവേയർ ഹജരത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രകാരം എഴുതുന്നു: അബൂബക്കർ ലാളിത്യമുള്ള വ്യക്തിയായിരുന്നു. അപ്രതീക്ഷിതമായ ഉയർച്ച നേടിയിട്ടും അദ്ദേഹം ദരിദ്ര ജീവിതമാണ് നയിച്ചത്. അദ്ദേഹം വഫാത്തായപ്പോൾ ഒരു പഴകിയ വസ്ത്രവും ഒരു ഭൃത്യനും ഒരു ഒട്ടകവും മാത്രമായിരുന്നു അവശേഷിപ്പിച്ചത്. അദ്ദേഹം മദീനക്കാരുടെ ഹൃദയങ്ങളിൽ സത്യസന്ധമായ ഭരണം നടത്തിയ ആളായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വലിയ സവിശേഷത എന്തായിരുന്നെന്നാൽ അദ്ദേഹം ആരോഗ്യവാനായിരുന്നു എന്നതാണ്. എഴുതുന്നു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയെടുത്ത വിജയങ്ങൾ, ശത്രുക്കൾക്ക് മേലുള്ള വിജയം, ആ മേന്മകൾ, ആ സവിശേഷതകൾ ഹദരത്ത് അബൂബക്കറിലും ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അചഞ്ചലമായ വിശ്വാസവും ഉറച്ച ദൃഢബോധവുമായിരുന്നു ആ സവിശേഷതകൾ. അബൂബക്കർ ശരിയായ സ്ഥലത്ത് ശരിയായ വ്യക്തിത്വമായിരുന്നു. തുടർന്ന് എഴുതുന്നു: ആ വയോധികനും പരിശുദ്ധ ജീവിതത്തിനുടമയുമായ അദ്ദേഹം തൻ്റെ നിലപാടുകൾ സ്വീകരിച്ച സമയത്ത് നാനാഭാഗത്തും കലാപമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം തൻ്റെ വിശ്വാസപരവും അചഞ്ചലവുമായ ദൃഢനിശ്ചയത്താൽ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലികൾ പുനരാരംഭിക്കുകയുണ്ടായി. മറ്റൊരു ഇംഗ്ലീഷുകാരനായ ചരിത്രകാരൻ ജെ സാൻഡ്രസ് എഴുതുന്നു: മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യ ഖലീഫയുടെ ഓർമ്മകൾ എപ്പോഴും നിലനിന്നിരുന്നത് അദ്ദേഹം വളരെ കൂറുള്ളവനും വാത്സല്യവാനും അതുപോലെ വലിയ ശക്തമായ പ്രളയത്തിന് പോലും ഇളക്കാൻ സാധിക്കാത്തത്ര സ്ഥൈര്യമുള്ള സൗമ്യ സ്വഭാവത്തിന് ഉടമയായ വ്യക്തി എന്ന നിലയിലാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം വളരെ ചെറുതാണ്, എങ്കിലും അതിൽ ലഭ്യമായ വിജയങ്ങൾ വളരെ മഹത്വമേറിയതായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന അവധാനതയും സ്ഥൈര്യവും ഉറപ്പും മതപരിത്യാഗങ്ങൾക്കുമേൽ ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അധീശത്വം സ്ഥാപിച്ച് അറേബ്യൻ ജനതയെ വീണ്ടും ഇസ്ലാമിക വൃത്തത്തിനുള്ളിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ഷാമിലേക്ക് പോകാനുള്ള ഉറച്ച തീരുമാനം അറേബ്യൻ ലോകത്തിന്റെ ഭരണത്തിന് തന്നെ അസ്ഥിവാരമിട്ടു. മറ്റൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനായ H.G. വെൽസ് എഴുതുന്നു: ഇപ്രകാരം പറയപ്പെടുന്നു: ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകിയതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ അബൂബക്കറിനായിരുന്നു പങ്ക്. അദ്ദേഹം തിരുനബിയുടെ സുഹൃത്തും സഹായിയുമായിരുന്നു. ഇത് എന്തായാലും ഇദ്ദേഹം ഇവിടെ അതിശയോക്തിയാണ് നടത്തുന്നത്. ഏതായിരുന്നാലും ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചഞ്ചലമായ സ്വഭാവമായിരുന്നിട്ട് കൂടി ആരംഭകാലത്ത് ഇസ്ലാമിന്റെ മസ്തിഷ്കവും രൂപവുമായിരുന്നു. നൗസുബില്ല എന്തൊക്കെയാണ് പറയുന്നത്. പക്ഷെ അബൂബക്കർ ആയിരുന്നു അതിന്റെ ബുദ്ധി തീരുമാനവും എന്ന് പറയുന്നു. മുഹമ്മദ് എപ്പോഴെല്ലാം ചഞ്ചലമായിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അബൂബക്കർ സ്വാതന്ത്ര്യമേകാനുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ ഗ്രന്ഥകാരൻ ഈ അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചത്. അതിൽ ഒരു സത്യവും യാഥാർത്ഥ്യവുമില്ല. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു സത്യസന്ധമായ കാര്യം ഇപ്രകാരം എഴുതുന്നുണ്ട്: എന്തെന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ അദ്ദേഹത്തിന്റെ ഖലീഫയും പ്രതിനിധിയുമായി മാറി. പർവ്വതങ്ങളെ പോലും പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന അദ്ദേഹം വിശ്വാസദാർഢ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം തൻ്റെ പ്രകൃതി സഹജമായ ലാളിത്യവും ബുദ്ധികൂർമ്മതയും കൊണ്ട് 3,000-4,000 ആയിരം അറബികൾ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ സൈന്യങ്ങളുമായി ലോകത്തെ മുഴുവനും അള്ളാഹുവിൻ്റെ അനുസാരികളാക്കാനുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഗ്രന്ഥകാരൻ ഹസരത്ത് അബൂബക്കറിന്റെ ചില മേന്മകളെ കുറിച്ചും എഴുതുന്നുണ്ട്. അതെല്ലാം നിശ്ചയമായും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ നുബുവത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യവും യുക്തിയും ഉൾക്കാഴ്ചയും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് അവർ ഹദരത്ത് അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ പ്രശംസിക്കുമ്പോൾ എത്രത്തോളം അതിൽ അതിശയോക്തി കലർത്തുന്നു എന്നാൽ ഒരിക്കലും വാസ്തവമായിരിക്കില്ല അവരുടെ പ്രസ്താവനകൾ. ഹദരത്ത് ഉമർ ആണെങ്കിലും അബൂബക്കർ ആണെങ്കിലും അവരെല്ലാവരും തന്നെ തങ്ങളുടെ
യജമാന പ്രഭുവും നേതാവുമായ ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആത്മാർത്ഥതയും കൂറുമുള്ളവരും പൂർണ്ണ അനുസാരികളും അനുരാഗികളുമായിരുന്നു. ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധി ആയിരുന്നില്ല, മറിച്ച് സേവന ഭാവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകാലുകളുടെ സ്ഥാനത്തുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയുടെയോ ദിശണയുടെയോ പ്രവർത്തനമായിരുന്നില്ല ഇസ്ലാം. ഇവിടെ എഴുതിയതുപോലെ ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധി ആയിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മറിച്ച് അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ നിർദ്ദേശവും ദൈവിക വെളിപാടിന്റെ പരിമിതിയിൽ ഒരു പരിപൂർണ ന്യായപ്രമാണവുമായിരുന്നു. നൗസുബില്ല. അതുപോലെ ഒരിക്കലും തന്നെ പരിഭ്രമത്തിന്റെയും ചാഞ്ചലത്തിന്റെയും വേളയിൽ അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് സാന്ത്വനം നൽകിയ വ്യക്തി ആയിരുന്നില്ല, മറിച്ച് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധീരയോദ്ധാവായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ജീവിതത്തിലും നമുക്കൊരിക്കലും തിരുനബിക്ക് പരിഭ്രമമോ ചാഞ്ചല്യമോ നേരിട്ടതായി കാണാൻ കഴിയുകയില്ല. എന്തെങ്കിലും പ്രയാസഘട്ടം വന്നെങ്കിൽ പോലും എല്ലാ കഴിവുടയവനുമായ അള്ളാഹുയിലേക്കായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞതും അള്ളാഹു ആയിരുന്നു അദ്ദേഹത്തിന് സ്വാന്തനമേകിയതും. ഗ്രന്ഥകാരൻ എഴുതുന്നത് അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വാന്തനം നൽകിയെന്നാണ്. എന്നാൽ അതിന് നേർവിപരീതമാണ് നാം കാണുന്നത്. ഹദരത്ത് അബൂബക്കറിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പരിഭ്രമമോ വന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വാന്തനം നൽകുന്ന ചിത്രവും രംഗവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണമായി ഹിജ്റത്ത് വേളയിൽ ഹദരത്ത് അബൂബക്കർ വളരെ അസ്വസ്ഥനും ഭയചകിതനുമായിരുന്നു. തീർച്ചയായും ഈ ഭയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് വേണ്ടിയുള്ളതായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഹദരത്ത് അബൂബക്കറിന്റെ ഈ പരിഭ്രമ വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമേകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂബക്കറിനോട് പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹ അമാന. അബൂബക്കർ, നീ ഒരിക്കലും പരിഭ്രമിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഞാൻ നേരത്തെ വിവരിച്ചതുപോലെ അബൂബക്കർ സ്വയം പറയുന്നു ഇക്കാര്യം, ഈ അസ്വസ്ഥത ഉണ്ടായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് സാന്ത്വനമേകിയെന്ന്. ഈ സംഭവം തിരുനബിയുടെ ഉറച്ച തവക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ സവിശേഷ പ്രവാചകനാണ് എന്ന പ്രത്യേകതയ്ക്കുമുള്ള തെളിവാകുന്നു. ഏതായാലും ഈ കുരുട്ടുബുദ്ധികൾ കാര്യങ്ങൾ പറയുമ്പോൾ, വാസ്തവം പറയുമ്പോൾ അതിൻ്റെ കൂടെ മോശമായ കാര്യങ്ങളും കലർത്തി പറയാൻ ഇവർ നിർബന്ധിതരാണെന്ന് തോന്നുന്നു. മറ്റൊരു ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റായ E.W. അർണോൾഡ് എഴുതുന്നു, അബൂബക്കർ ഒരു സമ്പന്ന കച്ചവടക്കാരനായിരുന്നു, ഉന്നത സ്വഭാവത്തിനുടമയായിരുന്നു. മാത്രമല്ല തന്റെ ബുദ്ധിയും കഴിവും കാരണം സ്വരാജ്യക്കാരായ ആളുകൾ അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ സമ്പത്തിന്റെ വമ്പിച്ച ഭാഗം അടിമകളെ മോചിപ്പിക്കുന്നതിന് ചെലവഴിച്ചു. തങ്ങളുടെ യജമാനൻ ഹദരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ വിശ്വസിച്ചു എന്ന പേരിൽ കാഫിര്യങ്ങൾ അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്കോട്ട്ലാൻഡിലെ ഓറിയന്റലിസ്റ്റ്, അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ വില്യം മ്യൂർ എഴുതുന്നു, ഹദരത്ത് അബൂബക്കറിന്റെ ഭരണകാലം വളരെ ഹ്രസ്വമായിരുന്നെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അബൂബക്കറിനോട് ആണ് ഇസ്ലാം കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അബൂബക്കറിനേക്കാൾ അധികം ഇസ്ലാമിക സേവനം ചെയ്ത മറ്റാരും ഉണ്ടായിട്ടില്ല. ഹദരത്ത് അബൂബക്കറിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം വിവരിക്കുന്നു, എന്താ ഇക്കാര്യം സത്യമല്ലേ? വലിയ വലിയ പ്രഗത്ഭരായ രാജാക്കന്മാർ അബൂബക്കറിന്റെയും ഉമറിന്റെയും മാത്രമല്ല അബൂ ഹുറൈറയുടെയും പേരുകൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നില്ലേ? അവർ ആഗ്രഹിച്ചിരുന്നില്ലേ തങ്ങൾക്കും അവരെ സേവിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന്? എന്നിരിക്കെ അബൂബക്കറും ഉമറും അബൂ ഹുറൈറയും ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് എന്തെങ്കിലും നഷ്ടമാണ് നേടിയത് എന്ന് ആർക്ക് പറയാൻ കഴിയും? തീർച്ചയായും അവർ ഭൗതികമായി തങ്ങൾക്ക് മേൽ ഒരു മരണം വരിച്ചു എന്നത് ശരി, എന്നാൽ ആ മരണം അവരുടെ ജീവിതമാണെന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത്. ഇനി ആർക്കും തന്നെ അവരെ വധിക്കാൻ സാധിക്കുകയില്ല, അവർ ഖയാമത്ത് വരെയും ജീവിച്ചിരിക്കുന്നവരാണ്. തുടർന്ന് പറയുന്നു, അള്ളാഹു അബൂബക്കറിനെ അബൂബക്കർ ആക്കിയത് യാദൃശ്ചികമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജനിച്ചത് കൊണ്ടും ആയിരുന്നില്ല. ഉമറിന് അള്ളാഹു ഉമറിന് നൽകിയ സ്ഥാനം നൽകിയത്
യാദൃശികമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജനിച്ചു എന്നതുകൊണ്ടല്ല. ഉസ്മാനും അലിക്കും കിട്ടിയിരുന്ന സ്ഥാനങ്ങൾ കേവലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാമാതാക്കൾ എന്ന പദവി കിട്ടിയത് കൊണ്ടായിരുന്നല്ല. തൽഹക്കും സുബൈറിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലോ സമുദായത്തിലോ ആയതുകൊണ്ടോ ആ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ടോ ആയതുകൊണ്ടല്ല അന്തസ്സും അഭിജാത്യവും കൈവരിച്ചത്. മറിച്ച് ഇവരെല്ലാവരും തങ്ങളുടെ ത്യാഗങ്ങൾ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചവരായിരുന്നു. അതിനേക്കാൾ അധികം മനുഷ്യബുദ്ധിയിൽ സങ്കല്പിക്കാൻ സാധ്യമല്ല. അത്രത്തോളം അധികം അവർ ഉയർന്നിരുന്നു. ഈ ത്യാഗങ്ങളെല്ലാം മനുഷ്യന് മഹത്തായ സ്ഥാനങ്ങൾ നൽകി കൊടുക്കുന്നവയാണ്. മറ്റൊരു സ്ഥലത്ത് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നമ്മുടെ ഹൃദയങ്ങളിൽ എത്രമാത്രം സ്ഥാനമുണ്ട്. എന്നാൽ ഈ അന്തസ് അദ്ദേഹത്തിന്റെ മക്കൾ കാരണമാണെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മളിൽ അധിക പേർക്കും ഹദരത്ത് അബൂബക്കറിന്റെ തലമുറ എവിടം വരെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്തവരാണ്. അദ്ദേഹത്തിന്റെ തലമുറയുടെ ചരിത്രം പോലും സുരക്ഷിതമല്ല. ഇന്ന് പലരും തങ്ങളെ ഹദരത്ത് അബൂബക്കറിന്റെ മക്കളാണെന്ന് വിളംബരം ചെയ്യുന്നവരുണ്ട് എന്നത് ശരി. അവർ തങ്ങൾ സിദ്ദീഖി എന്ന് പറയുന്നു. എന്നാൽ അവരോട് സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ സിദ്ദീഖിയാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ തലമുറ ഹദരത്ത് അബൂബക്കർ വരെ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അവർ ഒരിക്കലും സത്യം ചെയ്യാൻ തയ്യാറാവുകയില്ല. ഇനി സത്യം ചെയ്താൽ തന്നെ നമ്മൾ പറയും ഇവർ കള്ളമാണ് പറയുന്നത്, ഇവർ വഞ്ചകരാണ്. അതിനുള്ള കാരണം എന്തെന്നാൽ ഹദരത്ത് അബൂബക്കറിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചരിത്രം സംരക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. എന്നിരിക്കെ തങ്ങളെ ഹദരത്ത് അബൂബക്കറിലേക്ക് എങ്ങനെ ചേർത്ത് പറയാൻ സാധിക്കും? നമ്മൾ ഹദരത്ത് അബൂബക്കറിനെ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ തലമുറയുടെ പ്രവർത്തനങ്ങൾ മഹത്തരമായത് കൊണ്ടല്ല. നമ്മൾ ഹദരത്ത് ഉമറിനെ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ തലമുറയുടെ പ്രവർത്തനങ്ങൾ മഹത്തരമായത് കൊണ്ടല്ല. നമ്മൾ ഹദരത്ത് ഉസ്മാനെ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ തലമുറ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ടല്ല. നമ്മൾ അലിയെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വംശാവലിയിൽ പ്രത്യേക മേന്മ ഉള്ളത് കൊണ്ടല്ല. ഹദരത്ത് അലിയുടെ വംശാവലി ഇപ്പോഴും തുടരുന്നു. അദ്ദേഹത്തിന്റെ തലമുറ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ പേരിലല്ല നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്. ബാക്കി സഹാബാക്കളെയും ആരും തന്നെ അവരുടെ തലമുറകളുടെ പേരിലല്ല നമ്മൾ ഓർക്കുന്നത്. മറിച്ച് യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മൾ അവരുടെ സ്വന്തം ത്യാഗങ്ങൾ, അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ കാരണമാണ് അവരെ സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദരത്ത് അബൂബക്കറിനെ തന്നെ നോക്കുക. അദ്ദേഹം മക്കയിലെ ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ മക്കയുടെ ചരിത്രം എഴുതുമ്പോൾ ചരിത്രകാരന്മാർ അബൂബക്കർ അറേബ്യയിൽ ഒരു മാന്യനും വിശ്വസ്തനുമായ കച്ചവടക്കാരനായിരുന്നു എന്ന് മാത്രമായിരിക്കും രേഖപ്പെടുത്തുന്നത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയതോടുകൂടി അബൂബക്കറിന് ലഭ്യമായ സ്ഥാനം എന്തെന്നാൽ ഇന്ന് മുഴു ലോകവും അദ്ദേഹത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി സ്മരിക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഹദരത്ത് അബൂബക്കറിനെ മുസ്ലിങ്ങൾ തങ്ങളുടെ ഖലീഫയും രാജാവുമാക്കി. ഇതേക്കുറിച്ച് അറേബ്യയിലും വാർത്ത പരന്നു. അവിടെ ഒരു സംഘത്തിൽ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അബൂബക്കറിന്റെ പിതാവ് അബൂ ഖുഹാഫയും സന്നിഹിതനായിരുന്നു. അതിൽ അബൂബക്കറിന്റെ പിതാവ് അബൂ ഖഹാഫയും അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ അബൂബക്കറിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു എന്ന് അദ്ദേഹം കേട്ടപ്പോൾ അക്കാര്യം അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ വാർത്ത കേൾപ്പിച്ച വ്യക്തിയോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഏത് അബൂബക്കറിനെ കുറിച്ചാണ് പറയുന്നത്? ആഗതൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ അബൂബക്കർ തന്നെ. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖഹാഫ അറേബ്യയിലെ ഗോത്രങ്ങളുടെ ഓരോ പേരുകൾ എടുത്ത് ചോദിച്ചു, ഈ കൂട്ടരും അബൂബക്കറിന് ബൈഅത്ത് ചെയ്തോ? അതായത് അദ്ദേഹം അറേബ്യയിലെ വലിയ വലിയ ഗോത്രങ്ങളുടെ പേരെടുത്തുകൊണ്ട് ചോദിച്ചു, അവരെല്ലാവരും ബൈഅത്ത് ചെയ്തിട്ടുണ്ടോ? ആഗതൻ പറഞ്ഞു, എല്ലാവരും ഐക്യകണ്ഠേന അബൂബക്കറിനെ ഖലീഫയും രാജാവുമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഖഹാഫ അനിയന്ത്രിതമായി ഇപ്രകാരം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതായത് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ സത്യപ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പറയുന്നു, വാസ്തവത്തിൽ അദ്ദേഹം വളരെ നേരത്തെ തന്നെ മുസ്ലിം ആയിരുന്നു. അബൂ ഖഹാഫ മക്ക വിജയത്തിനും ശേഷമോ അതിനു മുമ്പോ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കലിമ ചൊല്ലി വീണ്ടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അംഗീകരിക്കുകയുണ്ടായി. ഹദരത്ത് അബൂബക്കർ ഖലീഫ ആയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹം പറയുന്നു, ഇത് ഇസ്ലാമിന്റെ സത്യതയ്ക്കുള്ള ഒരു തെളിവാണെന്നും അല്ലാതെ എല്ലാ അറബികളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുമിച്ച് കൂടാൻ മാത്രം എൻ്റെ മകന് എന്ത് വിലയും നിലയുമാണുള്ളത് എന്നും ചോദിക്കുകയുണ്ടായി.
മറ്റൊരു സ്ഥലത്ത് ഹജരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഈ പ്രകാരം എഴുതുന്നു: ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ നോക്കുക. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി: മക്കയിലെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ അപമാനിതനായിരിക്കുന്നു. എന്നാൽ നോക്കുക, ഇസ്ലാമിന് മുമ്പ് 200-300 ആളുകൾ അദ്ദേഹത്തിന്റെ പേര് ആദരവോട് ഉച്ചരിക്കുന്ന ഒരു ആദരവ് മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ബർക്കത്തിനാൽ അല്ലാഹു അദ്ദേഹത്തെ ഖിലാഫത്തിന്റെയും രാജാധികാരത്തിന്റെയും ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിച്ചു. അദ്ദേഹത്തെ ശാശ്വതമായ അനുഗ്രഹത്തിന്റെയും നിലനിന്നു പോകുന്ന പ്രസിദ്ധിയുടെയും ഉടമസ്ഥനാക്കി മാറ്റി. ഒരു ഗോത്രത്തിന്റെ നേതാവായി തുടരുക എന്നത് ഇറാനോടും റോമിനോടും ഏറ്റുമുട്ടുകയും അവരെ നിഷ്പ്രഭരാക്കുകയും ചെയ്ത എല്ലാ മുസ്ലിങ്ങളുടെയും ഖലീഫയും അറേബ്യ രാജ്യത്തിന്റെ രാജ്യാധികാരിയും എന്നുള്ള സ്ഥാനവും ഇവ തമ്മിൽ എന്ത് താരതമ്യമാണുള്ളത്? മറ്റൊരു സ്ഥലത്ത് പറയുന്നു: നോക്കൂ, രാജാധികാരൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങളെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെ പാദങ്ങളെയും ചുംബിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ആ രാജാധികാരം ലഭിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാജാധികാരം ലഭിക്കുന്നതിന് മുമ്പോ ലഭിച്ചതിന് ശേഷമോ രാജാവായി വാഴുമ്പോഴോ അദ്ദേഹം അതിനായി ആഗ്രഹിച്ചിരുന്നില്ല. ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാര്യം മറിച്ചല്ല, രാജാധികാരം അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നില്ല. ഹജരത്ത് ഉമർ റളിയല്ലാഹുവും രാജാധികാരം മോഹിച്ചിരുന്നില്ല. ഹജരത്ത് ഉമർ റളിയല്ലാഹു രാജാധികാരം ആഗ്രഹിച്ചിരുന്നില്ല. ഹജരത്ത് ഉസ്മാൻ റളിയല്ലാഹു രാജാധികാരം ആഗ്രഹിച്ചിരുന്നില്ല. അതുപോലെ ഹജരത്ത് അലി റളിയല്ലാഹുവും രാജാധികാരം ആഗ്രഹിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, ഇവരിൽ രാജാധികാരത്തിന്റെ ഒരു ലക്ഷണങ്ങളും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇവരെല്ലാം ചരിത്രത്തിൽ പകരം വെക്കാനാവാത്ത മഹാരഥന്മാരായി, രാജാക്കന്മാരായി മാറി. അവരുടെ ലാളിത്യവും അവരുടെ കൂടിക്കാഴ്ചകളും അവരുടെ അതിഥി സൽക്കാരവും വളരെ വിനയത്തോടും ഭവ്യതയോടും ഉള്ളതായിരുന്നു. എത്രത്തോളം എന്നാൽ പ്രത്യക്ഷത്തിൽ അവർ രാജാക്കന്മാരെന്ന് തിരിച്ചറിയപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. ഇവരിൽ ഒരാളെ പോലെ എന്റെ ഭരണമാണ്, ഞാൻ രാജാവാണെന്ന് ഇവരിൽ ആരും തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അവരിൽ ഒരാൾ പോലും തങ്ങളുടെ രാജാധികാരത്തെ വിളംബരപ്പെടുത്താൻ പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, അവർ ഒരിക്കലും അത് ആഗ്രഹിച്ചിരുന്നുമില്ല. യാഥാർത്ഥ്യത്തിൽ ആരാണോ അള്ളാഹുവിൻ്റെതായി മാറുന്നത് അവരുടെ പാദങ്ങളിൽ ഈ ലോകം വന്നു വീഴുന്നതാണ്. രാജാധികാരത്തിൽ നിന്ന് തങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് ജനങ്ങൾ കരുതുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെതായി മാറുന്നവരുടെ ദാസ്യത്വത്തിൽ തങ്ങൾക്ക് ആദരവ് ലഭിക്കുമെന്ന് രാജാക്കന്മാർ ചിന്തിക്കുന്നു. അദ്ദേഹം വീണ്ടും പറയുന്നു: നോക്കൂ, അബൂബക്കർ രാജാവായി. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് കരുതിയിരുന്നത് അബൂബക്കർ രാജാവാകുക അസംഭവ്യമാണ് എന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് രാജാധികാരം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ് ലഭിച്ചത്. ഒരു ഭാഗത്ത് തൈമൂറും ഒരു വലിയ രാജാവായിരുന്നു. എന്നാൽ അയാൾ തന്റെ ഭൗതികമായ തന്ത്രങ്ങളാലാണ് രാജാവായത്. നെപ്പോളിയനും പേര് കേട്ട രാജാവായിരുന്നു. എന്നാൽ അയാൾ തന്റെ കഠിനാധ്വാനത്താലും ഭൗതിക തന്ത്രങ്ങളാലും ആയിരുന്നു രാജാവായത്. നാദിർ ഷായും വലിയ രാജാവായിരുന്നു. എന്നാൽ അയാൾക്കും സ്വന്തം അധ്വാനത്താലും തന്ത്രങ്ങളാലുമാണ് രാജാധികാരം ലഭിച്ചത്. ഏതായാലും രാജാധികാരം എല്ലാവർക്കും ലഭിച്ചു. എന്നാൽ നാം പറയുന്നത് എന്തെന്നാൽ, തൈമൂറിന് രാജാധികാരം ജനങ്ങൾ മുഖേനയാണ് ലഭിച്ചതെങ്കിൽ അബൂബക്കറിന്റെ രാജാധികാരം അള്ളാഹുവിൽ നിന്നാണ് ലഭിച്ചത്. നെപ്പോളിയന് രാജാധികാരം ഭൗതിക തന്ത്രങ്ങളാണ് ലഭിച്ചതെങ്കിൽ ഹജരത്ത് ഉമറിന് രാജാധികാരം അള്ളാഹുവിൽ നിന്നാണ് ലഭിച്ചതെന്ന് നാം പറയും. ചങ്കിസ് ഖാന് രാജാധികാരം ഭൗതികത മുഖേനയാണ് ലഭിച്ചതെങ്കിൽ നാം പറയുന്നു ഹജരത്ത് ഉസ്മാന് അള്ളാഹുവാണ് രാജാധികാരം നൽകിയത്. ഭൗതിക തന്ത്രങ്ങളാൽ നാദിർ ഷാ രാജാവായതെങ്കിൽ ഹജരത്ത് അലിക്ക് രാജാധികാരം ദൈവദത്തമായാണ് ലഭിച്ചത്. രാജാധികാരം എല്ലാവർക്കും ലഭിച്ചു. ഭൗതിക രാജാക്കന്മാർക്കും പ്രൗഢിയും പ്രതാപവും ഉണ്ടായിരുന്നു. അവരുടെയും നിയമങ്ങൾ നടപ്പിൽ വന്നിരുന്നു. ഖലീഫുമാരുടെ നിയമങ്ങൾ നടപ്പിൽ വന്നിരുന്നു. ഭൗതിക രാജാക്കന്മാരുടെ നിയമങ്ങൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവരെക്കാൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ 4 പേർ അള്ളാഹുവിനാൽ രാജാവാക്കപ്പെട്ട വ്യക്തികളായിരുന്നു. എന്നാൽ അവരാകട്ടെ ജനങ്ങളാൽ നിയമിക്കപ്പെട്ട ഭൗതിക ലക്ഷ്യങ്ങളുള്ള രാജാക്കന്മാരായിരുന്നു. ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്ന് ചൊല്ലാത്തവന് അതിന്റെ ബർക്കത്ത് ലഭിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ അവർക്ക് തങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല എന്ന് ഇതിനർത്ഥമില്ല. അതിനർത്ഥം എന്തെന്നാൽ അവർക്ക് ലഭിക്കുന്ന ലക്ഷ്യം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല എന്നാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന രാജാധികാരം ഹജരത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവർക്കാണ് ലഭിച്ചത്. അവരെ കൂടാതെ മറ്റാർക്കും ലഭിച്ചില്ല.
മറ്റുള്ളവർക്ക് ലഭിച്ച രാജാധികാരം ഷെയ്ത്താന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നോ ആണ് ലഭിച്ചത്. ലെനിൻ, സ്റ്റാലിൻ, മാലിൻകോഫ് എന്നിവർ ബിസ്മില്ല എന്ന് ചൊല്ലിയില്ലെങ്കിലും അവർക്ക് രാജാധികാരം ലഭിച്ചല്ലോ. റൂസ്വെൽറ്റ്, ട്രൂമൻ, ഏസൻ അവരും ബിസ്മില്ല എന്ന് ചൊല്ലിയില്ല, പക്ഷെ അവർക്കും രാജാധികാരം ലഭിച്ചു. അവർക്ക് ബിസ്മില്ല എന്താണെന്ന് പോലും തിരിച്ചറിയാത്തവരായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ബിസ്മില്ലാക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ബിസ്മില്ല എന്ന് ഉച്ചരിക്കാതിരുന്നാൽ ബർക്കത്തുണ്ടാകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒന്നും ലഭിക്കില്ല എന്നാണ്. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുമ്പ് ബിസ്മില്ല എന്ന് ഉച്ചരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വസ്തുവിനാണോ അതോ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതിലാണോ കൂടുതൽ ബർക്കത്ത് എന്ന് ഓരോരുത്തർക്കും വളരെ സ്പഷ്ടമായ കാര്യമാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന രാജാധികാരം നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന രാജാധികാരത്തിന് അറുതി വരികയില്ല. ഈ തത്വം മുസ്ലിങ്ങളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പ്രത്യക്ഷത്തിൽ അവർ ബിസ്മില്ല ചൊല്ലുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ടല്ല, മറിച്ച് നാവ് കൊണ്ട് മാത്രം ചൊല്ലുന്നത് പോലെയാണ് തോന്നുന്നത്. വീണ്ടും എഴുതുന്നു, യസീദും ഒരു രാജാവായിരുന്നു. അയാൾക്ക് എത്രത്തോളം അഹങ്കാരമുണ്ടായിരുന്നു. തന്റെ ശക്തിയെക്കുറിച്ച് വീരവാദങ്ങൾ അയാൾ മുഴക്കിയിരുന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ നശിപ്പിച്ചു. പ്രത്യക്ഷത്തിൽ തന്നെ സ്വയം മുസ്ലിം എന്നാണ് അയാളും പറഞ്ഞിരുന്നത്. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തതികളെ കൊല ചെയ്തു. എന്നാൽ അയാൾക്ക് ഒരു ലജ്ജയും അപ്പോൾ തോന്നിയില്ല. അഹങ്കാരത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. തന്റെ മുന്നിൽ ആർക്കും സംസാരിക്കാനുള്ള ധൈര്യമില്ല എന്ന് അയാൾ കരുതിയിരുന്നു. ഹദരത്ത് അബൂബക്കർ രാജാവായിരുന്നു, എന്നാൽ അദ്ദേഹത്തിൽ നമ്രതയും വിനയവും ഉണ്ടായിരുന്നു. അള്ളാഹു തന്നെ ജനങ്ങളുടെ സേവനത്തിനാണ് നിയമിച്ചത്. അതിനുവേണ്ടി എത്ര സമയം ലഭിക്കുന്നോ സേവനം ചെയ്യാൻ, അത് അവന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എന്നാൽ തനിക്ക് തന്റെ പിതാവിൽ നിന്നാണ് രാജാധികാരം ലഭിച്ചത് എന്നും താൻ ഇഷ്ടമുള്ളവരെ വധിക്കുകയും ഇഷ്ടമുള്ളവരെ ജീവനോടെ വിടുകയും ചെയ്യുമെന്നും യസീദ് പറയുമായിരുന്നു. പ്രത്യക്ഷത്തിൽ യസീദിന്റെ ഭരണമണ്ഡലം അബൂബക്കറിനേക്കാൾ വലുതായിരുന്നു. തനിക്ക് രാജാവാകാൻ കുടുംബപരമായ അവകാശമുണ്ടെന്ന് അയാൾ വാദിക്കുമായിരുന്നു. എന്റെ മുമ്പാകെ എതിർത്ത് സംസാരിക്കാൻ ആർക്കാണ് ശക്തിയുള്ളതെന്ന് ചോദിക്കുമായിരുന്നു. എന്നാൽ ഹദരത്ത് അബൂബക്കർ പറഞ്ഞിരുന്നത് എന്താണെന്ന് നോക്കുക. രാജാവായി തീരാൻ എനിക്ക് എന്ത് കഴിവാണ്, എന്ത് യോഗ്യതയാണുള്ളത്? അള്ളാഹു തന്നരളിയതാണ് എല്ലാം. സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് രാജാവാകാൻ കഴിയില്ല. എല്ലാവരുടെയും സേവകനാണ് ഞാൻ. ദരിദ്രരുടെയും ധനികരുടെയും സേവകനാണ് ഞാൻ. എന്നിൽ നിന്ന് വല്ല തെറ്റുകുറ്റവും സംഭവിച്ചാൽ ഇപ്പോൾ തന്നെ എന്നോട് അതിന് പ്രതികാരം ചെയ്തു കൊള്ളുക. ഖിയാമത്ത് നാളിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുത്. ഹദരത്ത് അബൂബക്കറിനെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന ഒരാൾ പറയുമായിരിക്കും, ഇതെന്താണ്, ഇയാളൊരു താലൂക്ക് ഓഫീസറിന്റെ സ്ഥാനം പോലും വെക്കാത്ത വ്യക്തിയാണോ? എന്നാൽ യസീദ് പറയുന്നത് കേൾക്കുമ്പോൾ അയാൾ പറയുക, ഇത് സീസറും ഖുസ്രോ പർവേസും പോലുള്ള മഹാരഥന്മാർ പറയുന്ന കാര്യങ്ങളാണ് എന്നാകും. രാജാക്കന്മാരെ പോലെയായിരുന്നു യസീദ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രനും പൗത്രന്മാരും പ്രപൗത്രന്മാരും അവരുടെ മക്കളും പിന്നെ അവർക്ക് ശേഷം വന്ന പിൽക്കാലത്തുണ്ടായിരുന്ന വംശാവലിയും അവർക്ക് പൗത്രന്മാരുമായി പോലും നേരിട്ട് ബന്ധമില്ലാത്തവരാകാം. അവരും ഹദരത്ത് അബൂബക്കറുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ അഭിമാനിക്കുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ കാര്യവും പോകട്ടെ, ഹദരത്ത് അബൂബക്കറുമായി തങ്ങളെ ബന്ധപ്പെടുത്താത്തവരും അദ്ദേഹവുമായി കുടുംബ ബന്ധമില്ലാത്തവരും അദ്ദേഹത്തിന്റെ കുടുംബത്തെ നേരിട്ട് കാണാത്തവരും അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ വായിക്കുമ്പോൾ ഇന്നും അവരുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നു. അവരുടെ സ്നേഹം ഉത്കടമായി തീരുന്നു. ആരെങ്കിലും അദ്ദേഹത്തെ മോശം പറഞ്ഞാൽ അവരുടെ രക്തം തിളക്കുന്നു. ചുരുക്കത്തിൽ സന്താനങ്ങൾ മാത്രമല്ല അന്യരും അദ്ദേഹത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ തയ്യാറാകുന്നതാണ്. കലിമ ചൊല്ലുന്ന ഏതൊരുവനും അദ്ദേഹത്തിന്റെ നാമം കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. എന്നാൽ അതേസമയം താൻ രാജാവിന്റെ മകനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞു നടന്നിരുന്ന യസീദ് മരിച്ചപ്പോൾ ജനങ്ങൾ അയാളുടെ മകനെ ആ സ്ഥാനത്ത് രാജാവാക്കി. ജുമ്മാ ദിവസം മിമ്പറിൽ കയറി അയാളുടെ മകൻ പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എന്റെ പിതാമഹൻ രാജാവായിരുന്ന സമയത്തും രാജാധികാരത്തിന് അദ്ദേഹത്തെക്കാൾ അർഹരായ ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ പിതാവ് രാജാവായിരുന്നപ്പോഴും അദ്ദേഹത്തെക്കാൾ യോഗ്യരായ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ രാജാവാക്കിയിരിക്കുകയാണ്. എന്നേക്കാൾ യോഗ്യരായ ആളുകളും ഇവിടെയുണ്ട്. ജനങ്ങളെ, ഈ ഭാരം എനിക്ക് വഹിക്കാനാകുന്നില്ല. എന്റെ പിതാവും എന്റെ പിതാമഹനും മറ്റുള്ളവരുടെ അവകാശ ധ്വംസനമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ അവകാശം ധ്വംസിക്കാൻ എനിക്ക്
സാധ്യമല്ല. ഇതാ നിങ്ങളുടെ ഖിലാഫത്ത്. ഇത് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ കൊടുത്തുകൊള്ളുക. ഞാൻ ഇതിന് അർഹനല്ല. എൻ്റെ പിതാവും പിതാമഹനും ഇതിന് അർഹരായിരുന്നു എന്ന് ഞാൻ കരുതുന്നുമില്ല. അവർ അക്രമവും അതിക്രമവും ഉപയോഗിച്ചായിരുന്നു ഭരണം പിടിച്ചെടുത്തത്. ഇപ്പോൾ ഇതിന് അവകാശപ്പെട്ടവർക്ക് അവരുടെ അവകാശം തിരിച്ചു നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതും പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ മാതാവ് ഈ സംഭവം കേട്ടപ്പോൾ പറഞ്ഞു, അല്ലയോ ദൗർഭാഗ്യവാനെ, നീ നിന്റെ പിതാവിനെയും പിതാമഹനെയും അപമാനിച്ചിരിക്കുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലയോ ഉമ്മ, അള്ളാഹു നിങ്ങൾക്ക് യുക്തിബോധം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിതാവിനെയും പിതാമഹനെയും അപമാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരുന്നില്ല. മറിച്ച് ഞാൻ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേനെ. തുടർന്ന് അദ്ദേഹം തന്റെ വീട്ടിൽ ഏകാന്തത ജീവിതം നയിച്ചു. മരണം വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആകയാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഈ രാജാധികാരത്തോടുള്ള കടമയും അവർ നിർവഹിക്കുന്നു. നമ്മുടെ മുസ്ലിം നേതാക്കന്മാരും ഭരണാധികാരികളും ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഹജരത് മുസ്ലിം മൗദ് റളിയല്ലാഹു വീണ്ടും പറയുന്നു, ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ ഭരിച്ച കാരണം ഇന്ന് ഹജരത് അബൂബക്കർ റളിയല്ലാഹുവിന് ലഭിച്ചിട്ടുള്ള മഹത്വം അത് ഇന്ന് ലോകത്തുള്ള വലിയ വലിയ രാജാക്കന്മാർക്ക് പോലും ലഭ്യമാണോ? ഒരിക്കലുമല്ല. ഹജരത് അബൂബക്കറിന് കരസ്ഥമായിരുന്ന ആ മഹത്വം ഇന്ന് ലോകത്തെ ഒരു ഭരണാധികാരിക്കുമില്ല. ഹജരത് അബൂബക്കറിനെ മാറ്റി നിർത്താം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജരത് അബൂബക്കറിന്റെ പരിചാരകന്മാർക്കുണ്ടായിരുന്ന മഹത്വം പോലും വലിയ വലിയ രാജാക്കന്മാർക്കില്ല. എന്നല്ല, ഹജരത് അബൂബക്കറിന്റെ നായോട് പോലും ആദരണീയ വ്യക്തികൾ നമുക്ക് പ്രിയം തോന്നുന്നു എന്നാണ് സത്യം. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ സേവകരായിരുന്നു എന്നതാണ് അതിന് കാരണം. പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അടിമ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമുക്ക് പ്രിയങ്കരനായത് എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. ഒരാൾക്കും ആ മഹത്വത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നവരാണ് ഞങ്ങളെ എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു അവർ. എന്നാൽ ഞങ്ങളുടെ ചിന്താഗതി ഇത്തരത്തിലുള്ളതാണ്. ഹജരത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹജരത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ദീർഘകാലത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാമിൽ പ്രവേശിച്ചത്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരുന്ന് സദസ്സിൽ സംസാരിക്കുന്ന സമയത്ത്, പല സംസാരങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഹജരത് അബൂബക്കറിനോട് പറഞ്ഞു, ഉപ്പ, ഒരു യുദ്ധവേളയിൽ ഞാൻ ഒരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. താങ്കൾ 2 തവണ എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് അങ്ങയെ കൊല്ലാമായിരുന്നു. അങ്ങ് എൻ്റെ പിതാവാണെന്ന് കരുതി ഞാൻ ഒന്നും ചെയ്തില്ല. ഇത് കേട്ട് ഹജരത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നേരം ഞാൻ നിന്നെ കണ്ടിരുന്നെങ്കിൽ ദൈവശത്രുവായി യുദ്ധഭൂമിയിൽ വന്ന നിന്നെ ഞാൻ തീർച്ചയായും വധിച്ചേനെ. ഹജരത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നത സ്വഭാവ ഗുണത്തെക്കുറിച്ച് ഹജരത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സൗഭാഗ്യത്തിന്റെ വെളിച്ചം നേരത്തെ നിറഞ്ഞു തുളുമ്പിയിരുന്ന ഒരു വ്യക്തിയായിരുന്ന ഹജരത്ത് അബൂബക്കർ ജന്മസിദ്ധമായി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൽ ജ്വലിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നു, പ്രകാശം വിതരണം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവന പാഠങ്ങൾ അദ്ദേഹത്തെ പൊടുന്നനെ ആകർഷിക്കുകയും അദ്ദേഹത്തെ പ്രദീപ്തമാക്കുകയും ചെയ്തു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തർക്കവും നടത്തിയില്ല, ഒരു അടയാളമോ ദൃഷ്ടാന്തമോ ആവശ്യപ്പെട്ടില്ല. കേട്ട ഉടനെ ചോദിച്ചത് ഇത്രമാത്രമാണ്, താങ്കൾ നുബുവത്ത് വാദിക്കുന്നുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ സാക്ഷിയായിരിക്കുക. ഏറ്റവും ആദ്യം ഞാൻ വിശ്വാസം കൈക്കൊള്ളുന്നു താങ്കളിൽ. ചോദ്യം ചോദിക്കുന്നവർക്ക് വിരളമായിട്ടേ സന്മാർഗം ലഭിക്കുകയുള്ളൂ എന്നതാണ് അനുഭവ സത്യം. എന്നാൽ സൽഭാവനയോടും സഹനത്തോടും കൂടി പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണമായും ഹിദായത്ത് അഥവാ നേർമാർഗം ലഭിക്കുന്നതാണ്. ഹജരത്ത് അബൂബക്കറിലും അബൂജഹലിലും ഈ 2 കാര്യങ്ങൾക്ക് നമുക്ക് മാതൃക ലഭിക്കും. ഹജരത്ത് അബൂബക്കർ തർക്കിക്കാതെ അടയാളം ചോദിക്കാതിരുന്നപ്പോൾ അടയാളം ചോദിച്ചവർക്ക് കിട്ടാത്തത് അദ്ദേഹത്തിന് സ്വയം ലഭിച്ചു. അദ്ദേഹം അടയാളങ്ങളുടെ മേൽ അടയാളങ്ങൾ ദർശിക്കും, സ്വയം മഹത്തായ ഒരു ദൃഷ്ടാന്തമായി തീരുകയും ചെയ്തു. അബൂജഹൽ ആകട്ടെ തർക്കിക്കുകയും എതിർക്കുകയും ചെയ്തു. അയാൾ അജ്ഞതയിൽ നിന്ന് പിന്മാറിയില്ല. അയാൾ അടയാളങ്ങൾക്ക് മേൽ അടയാളങ്ങൾ കണ്ടെങ്കിലും യഥാർത്ഥമായ നിലയിൽ അയാൾക്ക് കാഴ്ച ലഭിച്ചില്ല. ഒടുവിൽ മറ്റുള്ളവർക്ക് അടയാളമായി തീർന്ന് എതിർപ്പിൽ തന്നെ അയാൾ നാശമടഞ്ഞു. ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വീണ്ടും പറയുന്നു, മക്കയിലെ ഒരേ മണ്ണിൽ തന്നെയാണ് ഹജരത്ത് അബൂബക്കറും അബൂജഹലും ജനിച്ചത്. വിവിധ ശ്രേണികളിലും വർഗങ്ങളിലും പെട്ട കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒരുമിച്ച് കൂടുന്ന മക്ക തന്നെയായിരുന്നു അത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇവർ 2 പേരും ജനിച്ചത്.
അതിൽ ആദ്യത്തെ വ്യക്തി തന്റെ സൗഭാഗ്യവും സത്യനിഷ്ഠയും കാരണം സന്മാർഗം പ്രാപിച്ച് സിദ്ദീഖുകളുടെ ഔന്നത്യം കരസ്ഥമാക്കി. രണ്ടാമത്തെ ആൾ ദുഷ്ടതയിലും അജ്ഞതയിലും വിദ്വേഷത്തിലും സത്യത്തെ എതിർക്കുന്നതിലും പ്രസിദ്ധി ആർജിച്ചു. ഓർക്കുക, ശ്രേഷ്ഠത രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് റഹ്മാനി ദൈവികം, മറ്റൊന്ന് ഷെയ്ത്താനി സാത്താനികം. ദൈവികമായ ഔന്നത്യം പ്രാപിക്കുന്ന വ്യക്തിക്ക് സ്വർഗലോകത്ത് പ്രസിദ്ധിയും ആദരവും കരഗതമാകും. ഇതുപോലെ തന്നെ സാത്താനിക ഔന്നത്യം പ്രാപിക്കുന്ന വ്യക്തി സാത്താനിക സന്താനങ്ങളിൽ നിന്ന് പ്രസിദ്ധി ആർജിക്കും. രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ജനിച്ചത് എന്നാണ് ചുരുക്കം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും ഒരു വിവേചനവും കാണിച്ചില്ല. അള്ളാഹു നൽകിയ കൽപ്പനകൾ അത്രയും തുല്യമായും എല്ലാവരിലേക്കും എത്തിച്ചു. എന്നാൽ ഹതഭാഗ്യരായവർ ഒഴിവാക്കപ്പെട്ടു. അവർ ഹതഭാഗ്യരായി തുടർന്നു. സന്മാർഗം പ്രാപിച്ചുകൊണ്ട് പരിപൂർണരായി തീർന്നു. അബൂജഹലും കൂട്ടരും നിരവധി അടയാളങ്ങൾ കാണുകയുണ്ടായി. ദിവ്യാനുഗ്രഹങ്ങളും പ്രകാശങ്ങളും ദർശിച്ചു. അതൊന്നും പക്ഷെ അവർക്ക് യാതൊരു ഗുണവും ചെയ്തില്ല. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം വീണ്ടും പറയുന്നു, നോക്കൂ, ആദരണീയ മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാഗതരായപ്പോൾ അബൂജഹലും ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹുവും മക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അബൂബക്കറിന്റെ പ്രകൃതം സത്യത്തെ സ്വീകരിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അദ്ദേഹം പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ വഴിയിൽ വെച്ച് ഒരു വ്യക്തിയോട് പുതിയ വാർത്ത വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് വാദിച്ചിരിക്കുന്നു. ഹദരത്ത് അബൂബക്കർ അവിടെ വെച്ച് തന്നെ വിശ്വാസിയായി. അദ്ദേഹം പിന്നീട് എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾ കാണുകയും സ്വയം ഒരു ദൃഷ്ടാന്തമായി തീർക്കുകയും ചെയ്തെങ്കിലും ആ സമയത്ത് അദ്ദേഹം ഒരു ദൃഷ്ടാന്തവും അടയാളവും ആവശ്യപ്പെട്ടില്ല. അബൂജഹലാകട്ടെ ആയിരക്കണക്കിന് അടയാളങ്ങൾ കണ്ടിട്ടും എതിർപ്പിൽ നിന്നും നിഷേധത്തിൽ നിന്നും പിന്മാറാതെ തിരുനബിയെ വ്യാജപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്തായിരിക്കും? രണ്ടുപേരും ജനിച്ചത് ഒരു സ്ഥലത്തായിരുന്നല്ലോ. ഒരാൾ സിദ്ദീഖായി മാറി, യുക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മറ്റൊരാൾ അജ്ഞതയുടെ പിതാവായി തീരുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള രഹസ്യം അബൂജഹലിന്റെ പ്രകൃതം സത്യത്തോട് സാദൃശ്യം പുലർത്തുന്നത് അല്ലായിരുന്നു എന്നതാണ്. ചുരുക്കത്തിൽ വിശ്വാസ കാര്യങ്ങൾ സാദൃശ്യത്തിൽ അധിഷ്ഠിതവുമാണ്. സാദൃശ്യമുണ്ടാകുന്നതോടെ സ്വയം ഗുരുവായി തീരുകയും സത്യദർശനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സാദൃശ്യരായ ആളുകളുടെ അസ്തിത്വം ഒരു അടയാളമാവുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം വീണ്ടും പറയുന്നു, എന്റെ നാഥൻ എനിക്ക് ഇപ്രകാരം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സിദ്ദീഖും ഫാറൂഖും ഉസ്മാനും റളിയല്ലാഹു അൻഹും സച്ചരിതരും സത്യവിശ്വാസികളുമായിരുന്നു. അള്ളാഹു തിരഞ്ഞെടുത്തവരും ദിവ്യകാരുണ്യത്താൽ സവിശേഷമായ രീതിയിൽ കടാക്ഷപ്പെട്ടവരുമായിരുന്നവർ. ദിവ്യജ്ഞാനികളായ മിക്ക ആളുകളും അവരുടെ ഔദാര്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രതാപവാനും ഉന്നതനുമായ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വദേശം വെടിഞ്ഞവരാണവർ. എല്ലാ യുദ്ധങ്ങളുടെയും തീച്ചൂളയിൽ അവർ പ്രവേശിച്ചു. ഉഷ്ണകാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിലും ശൈത്യകാല രാവുകളിലെ കഠിനമായ തണുപ്പിലും അവർ മുന്നേറി. അവ വകവെച്ചില്ല. മറിച്ച് യുവാക്കളെ പോലെ അവർ ദീനിനു വേണ്ടി ദീനിന്റെ മാർഗത്തിൽ വിലയം പ്രാപിച്ചു. സ്വന്തക്കാരിലേക്കും അന്യരിലേക്കും അവർ ആകൃഷ്ടരായില്ല. സർവ്വലോകനാഥനായ അള്ളാഹുവിന് വേണ്ടി എല്ലാവരോടും വിട പറഞ്ഞു. അവരുടെ കർമ്മങ്ങളിൽ സുഗന്ധവും അവരുടെ പ്രവർത്തനങ്ങളിൽ സൗരഭ്യവുമുണ്ട്. ഇവയെല്ലാം തന്നെ അവരുടെ പദവിയുടെ പൂങ്കാവനങ്ങളിലേക്കും അവരുടെ സൽക്കർമ്മങ്ങളുടെ പൂന്തോട്ടങ്ങളിലേക്കുമാണ് നയിക്കുന്നത്. അവയിൽ നിന്നുള്ള മന്ദമാരുതന്റെ ഓരോ വീശലും അവരുടെ രഹസ്യം വിളിച്ചോതുന്നു. അവരുടെ വെളിച്ചങ്ങൾ പൂർണ്ണ തീവ്രതയോടെ നമ്മൾ അപ്രകാരം വെളിപ്പെടുന്നു. ശേഷം അവിടുന്ന് പറയുന്നു, അള്ളാഹു ആണ് ഈ രണ്ടു മഹാത്മാക്കളെയും, അതായത് അബൂബക്കറിനെയും ഉമറിനെയും അതുപോലെ തന്നെ സുന്നൂറേനായ ഹദരത്ത് ഉസ്മാനെയും ഇസ്ലാമിന്റെ കവാടങ്ങളും സൃഷ്ടികുലോത്തമനുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിന്റെ പ്രഥമ ശ്രേണിയിലുള്ള സൈന്യമാക്കി മാറ്റി. എന്നാൽ ഏതൊരാൾ ഇവരുടെ മഹത്വത്തെ നിഷേധിക്കുകയും ഇവരുടെ അനിഷേധ്യ തെളിവുകളെ നിന്ദ്യമായി കാണിക്കുകയും അവരുടെ ആദരപൂർവ്വം പെരുമാറാതെ അവരെ നിന്ദിക്കുകയും അവരെ ഭത്സിക്കുകയും അവരെ ചീത്ത പറയുകയും ചെയ്യുന്നുവോ, അത്തരം വ്യക്തികളുടെ ദുർപര്യവസാനത്തെയും വിശ്വാസരാഹിത്യത്തെയും ചൊല്ലി ഞാൻ ഭയപ്പെടുന്നു. ഇവരെ ദ്രോഹിക്കുകയും ശപിക്കുകയും വ്യാജാരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നവരുടെ പര്യവസാനം ഹൃദയ കാഠിന്യവും ദൈവകോപവും മാത്രമായിരിക്കും. അനുഗ്രഹം പ്രകടിപ്പിക്കുന്ന അള്ളാഹുമായി ഏറ്റവും കൂടുതൽ ബന്ധം വിച്ഛേദിക്കുന്നതിന് കാരണമായി തീരും എന്നത് എന്റെ അനുഭവവും ഞാൻ വ്യക്തമായ നിലയിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. ഇവരോട് ശത്രുത പുലർത്തുന്നവന് മേൽ കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും എല്ലാ മാർഗങ്ങളും അടക്കപ്പെടും. അവനു വേണ്ടി അറിവിന്റെയും ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും കവാടങ്ങൾ കൊട്ടിയടിക്കപ്പെടുന്നതാണ്. വീണ്ടും പറയുന്നു, ഏതൊരു വ്യക്തിയുടെ വാദം അള്ളാഹു തന്നെ തെളിയിച്ചു കാണിച്ചുവോ അദ്ദേഹത്തിൽ നിങ്ങൾ ശാപം ചൊരിയുന്നത് എങ്ങനെ? ചില ആളുകൾ ചില വിഭാഗങ്ങളും തെറ്റായ പദങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്.
അവിടുന്ന് പറഞ്ഞു, ഏതൊരു വ്യക്തിയുടെ വാദം അള്ളാഹു തന്നെ തെളിയിച്ചു കാണിച്ചുവോ അദ്ദേഹത്തിൽ നിങ്ങൾ ശാപം ചൊരിയുന്നത് എങ്ങനെ? അദ്ദേഹം അള്ളാഹുവിനോട് സഹായം തേടിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തെ സഹായിക്കാനായി അടയാളങ്ങൾ കാണിക്കുകയും ചെയ്തു. ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങളെ ഛിന്ന ഭിന്നമാക്കി. അദ്ദേഹം, അതായത് ഹദരത്ത് അബൂബക്കർ, ഇസ്ലാമിന് ഹാനി വരുത്തുന്ന അപകടങ്ങളെയും അക്രമങ്ങളുടെയും പ്രളയത്തിൽ നിന്നും ഇസ്ലാമിനെ സംരക്ഷിച്ചു. വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ നശിപ്പിച്ചു. അദ്ദേഹം ശാന്തിയും സമാധാനവും സ്ഥാപിച്ചു. സർവ്വലോകനാഥനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഓരോ കള്ളവാദിയെയും പരാജയപ്പെടുത്തി. ഹദരത്ത് അബൂബക്കറിന്റെ അനവധി സവിശേഷതകളും അളവറ്റ അനുഗ്രഹങ്ങളും വേറെയുമുണ്ട്. മുസ്ലിങ്ങൾ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം പരിധി ലംഘിക്കുന്ന വ്യക്തിക്ക് ഈ കാര്യം നിഷേധിക്കാനാകൂ. അള്ളാഹു അദ്ദേഹത്തെ വിശ്വാസികൾക്കായി സമാധാനത്തിന് കാരണവും കലാപകാരികളും അവിശ്വാസികളും കൊളുത്തിയ തീ അണുക്കുന്നവനുമാക്കിയാണ് തീർത്തത്. അതുപോലെ അള്ളാഹു അദ്ദേഹത്തെ വിശുദ്ധ ഖുർആനിന്റെ സേവകനും പ്രചാരകനുമാക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുകയും കാരുണ്യവാനായ ദൈവത്തിന്റെ പ്രിയ നബി വിവരിച്ച വിശുദ്ധ ഖുർആന്റെ ക്രമങ്ങൾ കണ്ടെത്തുന്നതിനും പൂർണ്ണമായും പരിശ്രമിച്ചു. ദീനിനെ സംബന്ധിച്ച ദുഃഖത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും അരുവികളിൽ നിന്നും ജലം ഒഴുകുന്നതിനേക്കാൾ തീവ്രമായി കണ്ണുനീർ ഒഴുകുമായിരുന്നു. ഹജരത്ത് മസീമദ് അലി ഇസ്ലാം വീണ്ടും പറയുന്നു, ഹജരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ ഇസ്ലാമിന് അധികം ഉണ്ടായിരുന്ന പ്രാരംഭഘട്ടത്തിലാണ് വിശ്വസിച്ചതെന്ന് ചില ഷിയാക്കളും അംഗീകരിക്കുന്നുണ്ട് എന്നത് വിസ്മയകരമാണ്. ശത്രുക്കൾ അധികം ഉണ്ടായിരുന്ന നാളുകളിലാണ് വിശ്വസിച്ചതെന്ന് ചില ഷിയാക്കളും അംഗീകരിക്കുന്നുണ്ട്. പ്രാരംഭ ദശയുള്ള ആ കഠിന സമയത്ത് ഹജരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ സഹയാത്രികനാകാനും അദ്ദേഹത്തിന് സാധിച്ചു. മക്കയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടപ്പോൾ അങ്ങേയറ്റം സത്യസന്ധതയോടെയും കൂറോടും കൂടി അദ്ദേഹവും അങ്ങയോടൊപ്പം പുറപ്പെട്ടു. ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു. സ്വന്തം നാടും സുഹൃത്തുക്കളും ഒറ്റവരും ഉടയവരും എല്ലാം അടങ്ങുന്ന കുടുംബക്കാരെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഔദാര്യവനായ അള്ളാഹുവിനെ സ്വീകരിച്ചു. മാത്രമല്ല എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. അവിശ്വാസികളോട് പൊരുതിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഖലീഫ ആയപ്പോൾ മുനാഫിക്കുകളുടെ ഒരു സംഘം മുർത്തദായിരുന്നു. നിരവധി കള്ളവാദികൾ പ്രവാചകത്വം വാദിച്ചു. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും കുഴപ്പക്കാർ പരാജയം രുചിക്കുകയും ചെയ്യുവോളം അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് അദ്ദേഹം വഫാത്തായപ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ ഖബറിന് സമീപം മറവ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ പോലും അള്ളാഹുവിന്റെ പ്രിയ പ്രവാചകൻ തിരുമേനിയെ അദ്ദേഹം വിട്ടുപിരിഞ്ഞില്ല. അതായത് ജീവിതത്തിലും അതുപോലെ തന്നെ മരണശേഷവും അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപിരിയുകയുണ്ടായില്ല. ഏതാനും ദിവസങ്ങളുടെ വേർപാടിന് ശേഷം അവർ പരസ്പരം കാണുകയും സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്തു കാണും. വളരെ ആശ്ചര്യകരമായ സംഗതി എന്തെന്നാൽ ആക്ഷേപകരുടെ അഭിപ്രായത്തിൽ അള്ളാഹു നബിയുടെ മക്ബറയെ ഖത്മുൻ നബിയിനും അവിശ്വാസികളും പിടിച്ചുപറിക്കാരും വഞ്ചകരുമായ രണ്ടു വ്യക്തികൾക്കിടയിൽ പങ്കുവെക്കുകയും തന്റെ പ്രിയപ്പെട്ട നബിയെ അബൂബക്കറിന്റെയും ഉമറിന്റെയും സാന്നിധ്യമാകുന്ന സ്വൈര്യക്കേടിൽ നിന്ന് മോചനം നൽകാതിരിക്കുകയും ചെയ്തു എന്നല്ല, ഇഹലോകത്തും പരലോകത്തും അവർ ഇരുപേരെയും തിരുമേനിക്ക് ശല്യമുണ്ടാക്കുന്ന പങ്കാളികളാകുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. നൗസുബില്ലാ മിൻ സാലിക്. ഈ രണ്ട് ദുർവൃത്തരിൽ നിന്ന് തിരുമേനിയെ ഇവർ പറയുന്ന പ്രകാരം ദുർവൃത്തിൽ നിന്നും തിരുമേനി അകറ്റിയില്ല. ഇവർ വിവരിക്കുന്ന സംഗതികളിൽ നിന്നെല്ലാം നമ്മുടെ നാഥൻ എത്രയോ പരിശുദ്ധൻ. അവർ പറയുന്നത് തെറ്റാണ്. ഇവർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. മറിച്ച് അള്ളാഹു അവർ ഇരുവരെയും, അതായത് ഹജരത്ത് അബൂബക്കറിനെയും ഹജരത്ത് ഉമറിനെയും ആ രണ്ട് സത്യാത്മാക്കളുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഉൾക്കാഴ്ച ഉള്ളവർക്ക് തീർച്ചയായും ഇതിൽ അടയാളങ്ങളുണ്ട്. മുൻവിധിയും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഷിയാക്കളെ സംബന്ധിച്ച് മസീഹ് അലൈഹി ഇസ്ലാം വീണ്ടും പറയുന്നു, എതിരാളികളായ നിഷേധികളുടെ സംഘത്തിൽ നിന്ന് പുറത്തു വന്ന് ഇസ്ലാം സ്വീകരിച്ച പുരുഷനായ വ്യക്തി ആരായിരുന്നു എന്ന് മുൻവിധി വെച്ചു പുലർത്തുന്ന ഈ ഷിയാക്കളോട് ചോദിച്ചാൽ അത് ഹജരത്ത് അബൂബക്കർ ആണെന്ന് പറയാതെ അവർക്ക് നിവൃത്തിയില്ല. ഹജരത്ത് ഖാത്തമുൻ നബിയീൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ആദ്യം ഹിജ്റത്ത് ചെയ്യുകയും എല്ലാ ബന്ധങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ഹുദൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സ്ഥലത്തേക്ക് പോവുകയും ചെയ്ത വ്യക്തി ആരായിരുന്നു എന്ന് ഇവരോട് ചോദിച്ചാൽ അത് ഹജരത്ത് അബൂബക്കർ ആയിരുന്നു എന്ന് പറയാതെ നിർവാഹമില്ല. ഇനി അപഹരിച്ചു എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ഖലീഫമാരിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ
അത് ഹദരത്ത് അബൂബക്കർ ആണ് എന്ന് പറയാതെ അവർക്ക് നിവൃത്തി ഉണ്ടാകുകയില്ല. എല്ലാ രാജ്യങ്ങളിലും പ്രചരിപ്പിക്കുന്നതിനായി വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായും ഹദരത്ത് അബൂബക്കർ ആണെന്ന് വിളംബരപ്പെടുത്താൻ നിർബന്ധിതരാകും. അതുപോലെ തന്നെ പ്രവാചക ശ്രേഷ്ഠനും പരിശുദ്ധനുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തും ചാരത്തും മറവ് ചെയ്യപ്പെട്ടവർ ആരൊക്കെയെന്ന് ചോദിച്ചാലും അത് ഹദരത്ത് അബൂബക്കറും ഉമറുമാണെന്ന് പറയാൻ അവർ നിർബന്ധിതരാകും. എന്നിരിക്കെ എല്ലാ ശ്രേഷ്ഠതയും അവിശ്വാസികൾക്കും മുനാഫിക്കുകൾക്കും നൽകുകയും ഇസ്ലാമിന്റെ ശ്രേഷ്ഠതകളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം ശത്രുക്കളുടെ കൈകളാൽ വെളിപ്പെടുകയും ചെയ്തു എന്നത് എത്ര അത്ഭുതാവഹമാണ്. ഇസ്ലാമിന് വേണ്ടി മുൻനിരയിൽ നിന്ന വ്യക്തി അവിശ്വാസിയും ശക്തനുമായി തീരുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ഏറ്റവും ആദ്യം ഹിജ്റത്ത് ചെയ്ത വ്യക്തി അവിശ്വാസിയും മുർത്തദുമായിരുന്നു എന്ന് ഒരു വിശ്വാസിക്ക് ചിന്തിക്കാനാകുമോ? അങ്ങനെ വരുമ്പോൾ എല്ലാ ശ്രേഷ്ഠതയും അവിശ്വാസികൾക്കായിരിക്കും ലഭിക്കുക. ഏതുവരെ എന്നാൽ സൃഷ്ടികുലോത്തമന്റെ ഖബറിന്റെ സാമീപ്യം പോലും അവർക്കാണ് ലഭിക്കേണ്ടത്. വീണ്ടും ഹദരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹദരത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും സഹാബി വര്യന്മാരായിരുന്നു എന്നതാണ് സത്യം. കടമകൾ നിർവഹിക്കുന്നതിൽ ഇവർ രണ്ടുപേരും ഒരിക്കലും അശ്രദ്ധയും അലംഭാവവും കാണിച്ചിട്ടില്ല. അവർ തഖ്വയെ തങ്ങളുടെ മാർഗവും നീതി നിർവഹണത്തെ തങ്ങളുടെ ലക്ഷ്യവുമാക്കി. അവർ കാര്യങ്ങളെ അഗാധമായി പരിശോധിക്കുകയും രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ചെന്നെത്തുകയും ചെയ്തിരുന്നു. ലൗകികതയോടുള്ള ആഗ്രഹം ഒരിക്കലും അവരുടെ ലക്ഷ്യമായിരുന്നില്ല. അവർ തങ്ങളുടെ ആത്മാക്കളെ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ നിലനിർത്തി. അനുഗ്രാധിക്യത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ സഹായിക്കുന്നതിനും ഷെയ്ഖേനെ പോലെ ഹദരത്ത് അബൂബക്കർ, ഹദരത്ത് ഉമർ എന്നീ മഹാത്മാക്കളെ പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇവർ രണ്ടുപേരും സൂര്യനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണത്തിൽ ചന്ദ്രനേക്കാൾ ദീപ്തിയാകുന്നവരായി തീർന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ വിലയം പ്രാപിച്ചവരായിരുന്നു. സത്യം സ്വായത്തമാക്കുന്നതിനായി ഓരോ ദുരിതവും മധുരമായി അവർ കരുതി. അതുല്യനായ ആ നബിക്ക് വേണ്ടി ഓരോ അപമാനവും അവർ തൃപ്തിയോടും സ്നേഹത്തോടും കൂടി സ്വീകരിച്ചു. അവിശ്വാസികളുടെയും നിഷേധികളുടെയും സൈന്യത്തെ നേരിടേണ്ടി വന്നപ്പോൾ സിംഹങ്ങളെ പോലെ അവർ നേരിടാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ ഇസ്ലാം വിജയം പ്രാപിക്കുകയും ശത്രു സൈന്യങ്ങൾ പരാജിതരാകി ഭവിക്കുകയും ചെയ്തു. ഷിർക്ക് ഇല്ലാതായി തീർന്നു. അതിനെ നിർമാർജനം ചെയ്തു. സമുദായത്തിന്റെയും മതത്തിന്റെയും സൂര്യൻ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ സ്വീകാര്യമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അളവറ്റ ഔദാര്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരുടെയും പര്യവസാനം പ്രവാചക ശ്രേഷ്ഠന്റെ ചാരത്ത് വന്ന് പരിസമാപ്തി കൊണ്ടു. വീണ്ടും അദ്ദേഹം പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ. അവർ ഇരുവരും, അതായത് അബൂബക്കറിന്റെയും ഉമറിന്റെയും സത്യസന്ധതയും ആത്മാർത്ഥതയും എത്രത്തോളം ഉന്നതമാണ്. രണ്ടുപേരും മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഏറെ അനുഗ്രഹീതമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മൂസാ നബിയും ഈസാ നബിയും ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് അവരിൽ അസൂയ ജനിക്കുകയും അവിടെ തങ്ങളും മറവ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആശിക്കുകയും ചെയ്തു പോകുമായിരുന്നു. എന്നാൽ കേവലം ആഗ്രഹം കൊണ്ട് കരസ്ഥമാക്കുന്ന സ്ഥാനമല്ല ഇത്. അഭിലാഷം കൊണ്ടും അത് നൽകപ്പെടുന്നതല്ല. മറിച്ച് ദൈവസന്നിധിയിൽ നിന്നുള്ള ശാശ്വതമായ കാരുണ്യത്തിന്റെ ഫലമായാണ് ഇത് ലഭിക്കുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഏതാനും ഉദ്ധരണികൾ ബാക്കിയുണ്ട്. പിന്നീട് അവ അവതരിപ്പിക്കുന്നതായിരിക്കും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء
والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر